നമ്മൾ പലരും ന്യൂ ഇയറിനാണ് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷേ ആസ് എ സ്റ്റുഡന്റ് നമ്മൾ ന്യൂ ഇയറിന്റെ അന്നാണോ റെസൊല്യൂഷൻ എടുക്കേണ്ടത്? ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയും വേണം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പുതിയ വർഷം, പുതിയ അക്കാഡമിക് ഇയർ അടിപൊളിയായിട്ട് പഠിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് സ്റ്റഡി ടിപ്സ് ആയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. ടിപ്പ് നമ്പർ 1, ചൂസ് യുവർ ഓൺ ടൈം ആൻഡ് പ്ലേസ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ചിലർക്ക് രാവിലെ പഠിച്ചാലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് രാത്രി പഠിച്ചാലായിരിക്കും നന്നായിട്ട് മനസ്സിലാവാം. അപ്പൊ ബാക്കിയുള്ളവരുടെ പോലെ നോക്കിയിട്ടല്ല, നമുക്ക് ഏതാണോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അത് നമ്മൾ മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്ലേസ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ പ്ലേസും ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്പ് നമ്പർ 2, ഡു യുവർ ടഫ് സബ്ജക്ട്സ് ഫസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് നിങ്ങൾ ആദ്യം പഠിക്കാം. ഇപ്പോൾ ഒരു എക്സാമിന് സ്റ്റഡി ലീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് സമാധാനത്തിൽ പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ആ ടഫുള്ള സബ്ജക്ട് പഠിച്ച് തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് കൂടുതൽ സ്കോർ നേടാൻ അത് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 3, മേക്ക് എ സ്റ്റഡി ഗ്രൂപ്പ് വിത്ത് ഫ്രണ്ട്സ്. നമ്മൾ ഇതുപോലെ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുകയാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിട്ടുള്ള പഠനത്തിന് സഹായിക്കും. ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കൂടുതൽ ക്ലിയർ ചെയ്യാനും നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പഠിക്കാനൊക്കെ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 4, ടേക്ക് ഷോർട്ട് ബ്രേക്സ് വൈൽ സ്റ്റഡി. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പഠിക്കുന്ന സബ്ജക്റ്റിനോട് നമുക്കൊരു മടുപ്പ് തോന്നും. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സിൽ കൂടുതൽ നമുക്ക് ഒരു സബ്ജക്റ്റിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ മടുപ്പ് തോന്നാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ബ്രേക്സ് എടുക്കാം. നേരത്തെ കണ്ടിന്യൂസ് ബ്രേക്ക് എടുത്ത് പഠിത്തം നിർത്തി പോകാനല്ല പറയുന്നത്. ഷോർട്ട് ബ്രേക്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് മടുപ്പ് കൂടാതെ പഠിക്കാനോ ആ സബ്ജക്റ്റിനോട് ഒരു ഹേറ്റ് വരാതിരിക്കാനോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 5, സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി കൂടുതൽ തീർന്നു പോകുമല്ലോ, അപ്പൊ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു ക്ഷീണാവസ്ഥയും ആ ഒരു ഉറക്കം വരുന്ന അവസ്ഥയൊക്കെ മാറിയിട്ട് നമ്മൾ അത് കൂടുതൽ എനർജറ്റിക് ആക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 6, ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അറ്റ്ലീസ്റ്റ് 8 hours എങ്കിലും നമ്മൾ എക്സാം ടൈമിലെല്ലാം ഉറങ്ങാൻ ശ്രദ്ധിക്കണം. എക്സാമിന്റെ തലേന്ന് നിങ്ങൾ ഉറക്കൊളച്ചിരുന്ന് ഒരുപാട് നേരം പഠിച്ചിട്ട് പിറ്റേ ദിവസം എക്സാമിന് പോയി കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഒരു 8 hours എല്ലാം ഉറങ്ങി റിഫ്രഷ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. അത് നിങ്ങളെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു 6 ടിപ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പഠനത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ഇയറിലെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു 6 ടിപ്സ് ആവട്ടെ. അപ്പൊ ഈ ടിപ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും കമന്റ് ചെയ്യും.